ആത്മബന്ധോ. പ്രഭാതങ്ങൾ പകലുകളും, പകലുകൾ മധ്യാഹ്നവും, മധ്യാഹ്നങ്ങൾ സായം സന്ധ്യയും, സായം സന്ധ്യ രാത്രിയുമാകുന്നു. ദിവസം മാറിക്കൊണ്ടേയിരിക്കുന്നു. പകലുകൾ രാത്രികളിലേക്ക് വഴിമാറുന്നു. രാത്രി എത്തുമ്പോഴോ കർമ്മനിരതമായൊരു ദിവസത്തിൽ ഒരിടവേളയ്ക്ക് സമയമാകുന്നു. വീണ്ടും പ്രഭാതമെത്തുന്നു, പകലുകൾ വരുന്നു. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ കണ്ടെത്തുവാൻ, നമ്മളെ പുനഃസൃഷ്ടിക്കുവാൻ ചില നിമിഷങ്ങൾ വേണ്ടേ? ഈ രാത്രി, ഇതുപോലെയുള്ള രാത്രികൾ അതിനുള്ളതാണ്. ആകാശത്ത്, ആ ഇരുട്ടത്ത് ചിലപ്പോൾ ചന്ദ്രനുണ്ടായിരിക്കാം. നേർത്തൊരു ചന്ദ്രക്കല പോലെ. മറ്റു ചിലപ്പോൾ തെളിഞ്ഞ് പൗർണമിയായി, പൂർണ്ണചന്ദ്രനായി. ചിലപ്പോൾ തെല്ലുമില്ലാതെ. പക്ഷേ ചന്ദ്രനും നിലാവും അവിടെയുണ്ട് എന്ന ധാരണ നമ്മളിൽ എന്നും ഉണ്ടാകും. അതുപോലെയാണ് ദൃശ്യമാകുന്നതിനും അപ്പുറത്ത് ഗുപ്തമായിരിക്കുന്നതിൽ നമ്മളുണ്ട് എന്നും. ചില ദിവസങ്ങൾ കൂടുതൽ സന്തോഷത്തിൻ്റെ, ചില ദിവസം നേർത്ത സങ്കടങ്ങളുടെ. ഇതിങ്ങനെയൊക്കെ ആയാലല്ലേ കൗതുകവും ആകാംക്ഷയുമൊക്കെ ഉണ്ടാകുള്ളൂ. ജീവിതത്തെ ഒരല്പം സാഹസികമായി തന്നെ കാണാം. ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ എന്നതുപോലെ ഉണർന്നെഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ എത്രയെത്ര റൈഡുകൾ, എത്രയെത്ര അത്ഭുതങ്ങൾ, എത്രയെത്ര തലകുത്തിമറിയലുകൾ, എത്രയെത്ര രക്ഷപ്പെടലുകൾ, ചില സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ അല്ലേ? ഈ രാത്രി നമുക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടെന്നേ. സുഖകരമായി ഉറങ്ങുവാൻ, സംതൃപ്തമായി ഇരിക്കുവാൻ എന്തൊക്കെ വേണം എന്ന് മാത്രം ആലോചിക്കാം. സംതൃപ്തി അതൊരു പ്രത്യേകമായ അനുഭവമാണ്. ഒരാൾക്ക് എപ്പോഴാണ് തൃപ്തി ഉണ്ടാകുന്നതെന്നല്ലേ? പ്രതീക്ഷകളില്ലാതെ, എന്നാൽ മനസ്സ് നിറഞ്ഞ ആനന്ദത്താൽ, ഇനി സ്വീകരിക്കാനാകാത്ത വിധം നിറഞ്ഞ് കവിഞ്ഞ് നമ്മൾ നിൽക്കുമ്പോഴാണ്. സംതൃപ്തി ശരിയായ അളവിൽ തോന്നുക അത്ര എളുപ്പമല്ല. വീണ്ടും വീണ്ടും ലഭിച്ചുകൊണ്ടേയിരിക്കണമെന്ന ആഗ്രഹം നമ്മളിൽ സ്വാഭാവികമായി വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ തൃപ്തി എന്നത് ഒരു പൂർണ്ണതയാണ്. എന്താഗ്രഹിച്ചുവോ അത് പൂർണ്ണമായി ലഭിക്കുമ്പോൾ മാത്രമാണ് തൃപ്തി ഉണ്ടാകുന്നത്. ഈ പ്രപഞ്ചത്തിൽ എന്താണ് പൂർണ്ണമായിട്ടുള്ളത്? ശരിക്കും ഒന്നും പൂർണ്ണമല്ല. ക്ഷേത്രങ്ങളിലൊക്കെ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ശില്പികളില്ലേ, അതുപോലെ ചിത്രം വരയ്ക്കുന്നവർ, അവരോട് സംസാരിച്ചാൽ അവർ പറയും, ഒരു ചിത്രവും പൂർണ്ണമായ മികവോടുകൂടി വരാൻ അവർ അനുവദിക്കില്ലത്രേ. എന്തെങ്കിലും ഒരു ചെറിയ കുറവ് അതിൽ വരുത്തി തീർക്കും. കാരണം പൂർണ്ണമായ മികവ് അതിൽ വന്നാൽ അതിന് ജീവനുണ്ടാകും, തേജസ്സുണ്ടാകും. ശില ശിലയായിരിക്കാനുള്ളതാണ്, ചിത്രം ചിത്രമായിട്ടിരിക്കാനുള്ളതാണ്, ജീവൻ വയ്ക്കാനുള്ളതല്ലല്ലോ. അതിനാൽ ചിലത് അപൂർണമായി ഉണ്ടാകും. അതുപോലെയാണ് ഈ ജീവിതം, ഈ ശരീരം, ഈ മനസ്സ്, ഇതൊക്കെ നമുക്ക് ഈ നിമിഷം ജീവിക്കാനുള്ളതാണ്. ഇതൊക്കെ പൂർണ്ണമായാൽ മറ്റെന്തോ ആയിപ്പോയില്ലേ? നമുക്ക് മനോഹരമായ ശില്പങ്ങളായും മനോഹരമായ ചിത്രങ്ങളായും ഈ ജീവിതത്തെ ആസ്വദിക്കാം. ഓർക്കുക, അല്പനിമിഷം മാത്രമുള്ള ഈ ജീവിതത്തിൽ എന്തിനാണ് തൃപ്തികരമല്ലാത്ത, വേദനകൾ നൽകുന്ന ചിന്തകളിലേക്ക് വീണ്ടും വീണ്ടും ഇറങ്ങിച്ചെല്ലുന്നത്? ഓരോ ദീർഘനിശ്വാസത്തിലും നമ്മളിലെ ആദിവ്യാധികൾ അകന്നു പോകട്ടെ. ദീർഘമായി ശ്വസിക്കാം. ഇൻഹേൽ ഡീപ്ലി. ഓരോ ശ്വാസത്തിലും അവനവനുള്ളിൽ ഒരു രത്നമിരിപ്പുണ്ട് എന്നറിയുക. വിശേഷമായ ഗുഹകൾക്കുള്ളിൽ സൂക്ഷിക്കുന്ന അതിപവിത്രമായ രത്നം അതെൻ്റെ ഉള്ളിലുണ്ട് എന്ന് ഓരോ ശ്വാസത്തിലും അറിയുക. ഓരോ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും ആശ്വസിക്കുക, ജീവിച്ചിരിക്കുന്നുവല്ലോ. അതുതന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന്.
ഇനിയും എന്തൊക്കെ ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ഈ ജന്മം എന്നത് ഒരു വലിയ അനുഗ്രഹമാണെന്ന് തിരിച്ചറിയുവാൻ എത്രയെത്ര കർമ്മങ്ങൾ നമുക്ക് ചെയ്യുവാനുണ്ട്. എത്രമാത്രം നമ്മൾ ബദ്ധശ്രദ്ധരാകേണ്ടതുണ്ട്. ഏറ്റവും വിലപിടിപ്പുള്ള നിധി നമ്മുടെ ഉള്ളിൽ തന്നെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ പലപ്പോഴും വിലപിടിപ്പുള്ള എന്തോ ഒന്ന് പുറത്തുനിന്ന് കിട്ടുന്നുവെന്ന് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നുവല്ലേ. പുറത്തുനിന്ന് കിട്ടുന്ന ഒന്നിനും പൂർണ്ണമായ സംതൃപ്തി നൽകാനാകില്ല. പൂർണ്ണമായ സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ അത് അകത്തുനിന്ന് ലഭിക്കണം. അവനവനിൽ വിശ്വസിക്കുക. ഓർക്കുക, ഈ ഭൂമിയിൽ ഏറ്റവും വിശേഷമായ സൃഷ്ടികളിലൊന്നാണ് നമ്മൾ. ഈ ഭൂമിയിൽ ഏറ്റവും മനോഹരമായ സൃഷ്ടികളിലൊന്ന്. ശ്വസിക്കുന്ന, ചലിക്കുന്ന, ചിന്തിക്കുന്ന, സ്നേഹിക്കുന്ന, പുഞ്ചിരിക്കുന്ന ഒരു സൃഷ്ടി. മലയെ മലയെന്നും പുഴയെ പുഴയെന്നും അറിയുന്ന ഒരു സൃഷ്ടി. ആഹാ, എന്തൊരു മനോഹരമാണ് ഈ ജീവിതം. ഈ ഭൂമി എത്ര മനോഹരമാണ്. ഈ ഭൂമിയിൽ നമ്മളിപ്പോൾ എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ തന്നെയാണ് ആകേണ്ടത്. ഇപ്പോൾ എങ്ങനെയാണോ ഇങ്ങനെ തന്നെ നമ്മൾ സന്തുഷ്ടരാവുക. ഇങ്ങനെയൊക്കെ ആയിരിക്കുവാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് നമ്മളുടെ ജീവിതം. അതിനാൽ മറ്റൊന്നാകാൻ ശ്രമിക്കാതെ അവനവനെന്തോ അതായിരിക്കുക. ജീവിക്കുക, സ്നേഹിക്കുക. ഇരു കൈകളും തുറന്നു പിടിച്ച് ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കാം. സ്നേഹമായി പുനർജനിക്കുക. അതെ, എത്രത്തോളം സ്നേഹിക്കാൻ കെൽപ്പുള്ള മനസ്സാണ് ഉള്ളിലുള്ളതെന്നറിയോ? ആ മനസ്സ് നിങ്ങളെ തന്നെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്നറിയോ? എന്നെപ്പോലെ എന്നെ സ്നേഹിക്കാൻ ഈ ലോകത്ത് മറ്റൊരാൾക്കുമാകില്ല. ആ ഞാൻ എന്നെ ശ്രദ്ധിക്കുമ്പോൾ, എന്നെ നോക്കിക്കാണുമ്പോൾ, എന്നോട് പുഞ്ചിരിക്കുമ്പോൾ, എൻ്റെ സൗന്ദര്യത്തെ ആസ്വദിക്കുമ്പോൾ ഏറ്റവും മനോഹരമായി ഞാൻ സ്നേഹിക്കപ്പെടുകയാണ്. ഏറ്റവും സുദൃഢമായ ഒരു സൗഹൃദത്തിൽ ഞാൻ വലയം ചെയ്യപ്പെടുകയാണ്. അതെ, ഞാൻ എന്നോടൊപ്പമായിരിക്കുമ്പോൾ ഒറ്റപ്പെടുകയല്ല, ഏറ്റവും നല്ല സുഹൃത്ത് വലയത്തിൽ ആനന്ദിക്കുകയാണ്. ആത്മബന്ധു. ശുഭരാത്രി.